ലോകരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ ആണവ അന്തർവാഹിനി റഷ്യയിലേക്ക് കുതിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവമെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മുൻ റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള ദിമിത്രി മെദ്വദേവിൻ്റെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു വിലയും നിലയും ഇല്ലാതെ നിൽക്കുന്നു എന്നുള്ള ഒരു പ്രതീതി അമേരിക്കൻ ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് ട്രംപിന് കാര്യമായി ലോക രാജ്യങ്ങൾക്കിടയിൽ എന്തെങ്കിലും ചെയ്ത് കയ്യടി നേടുക, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളൊരു സമ്മർദ്ദതന്ത്രം പല ഭാഗത്തും ഉപയോഗിക്കേണ്ടി വന്നു. അങ്ങനെയെങ്കിലും അമേരിക്കയിൽ തനിക്കൊരു മേൽക്കൈ അമേരിക്കൻ ജനങ്ങളുടെ മുമ്പിൽ നൂറുദിന കർമ്മ പരിപാടികൾ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നൂറുദിനമായി അമേരിക്കയിൽ പ്രസിഡന്റായി ചുമതലയേറ്റത്. അപ്പോഴെങ്കിലും തനിക്ക് താൻ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് എന്ന് പറയാനായി ട്രംപിന് ഒരു വോയിസ് കിട്ടും. പോരാത്തതിന് നോബൽ സമ്മാനം ട്രംപിൻ്റെ ഒരു ലിസ്റ്റിലുണ്ട്. ആ ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് ഇപ്പോൾ കംബോഡിയ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയുടെ മുൻ പ്രസിഡന്റായിട്ടുള്ള ദിമിത്രി മെദ്വദേവ് എന്താണ് പറഞ്ഞത്? ഡെഡ് ഹാൻഡ് മുന്നറിയിപ്പിന് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ നേരിട്ടുള്ള ആണവ ഭീഷണിയായി കണക്കാക്കുകയും റഷ്യയ്ക്ക് സമീപം 2 ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതുമൂലം US-ഉം റഷ്യയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചിരിക്കുകയാണ്. ഈ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച ഇന്ത്യയും റഷ്യയും നിർജ്ജീവ സമ്പദ് വ്യവസ്ഥകൾ അഥവാ ഡെഡ് എക്കണോമി എന്ന് വിശേഷിപ്പിച്ചതുകൊണ്ട് US പ്രസിഡന്റ് ട്രംപ് വലിയ വിവാദം സൃഷ്ടിച്ചു. യുക്രൈനിൽ വെടിനിർത്തലിന് വ്ളാദിമിർ പുടിൻ സമ്മതിച്ചില്ലെങ്കിൽ റഷ്യക്കെതിരായ അമേരിക്ക കൂടുതൽ കർശനമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി. മറുപടിയായി മെദ്വദേവ് അമേരിക്കയെ റഷ്യയുടെ ആണവ സംവിധാനമായിട്ടുള്ള ഡെഡ് ഹാൻഡ് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. റഷ്യ ആദ്യം ആക്രമിക്കപ്പെട്ടാൽ യാന്ത്രികമായി ആണവാക്രമണം നടത്തുന്ന ഒരു സംവിധാനമാണ് ഈ ഡെഡ് ഹാൻഡ് എന്ന് പറയുന്നത്. അതായത് റഷ്യ ഏത് നിമിഷം എവിടെ നിന്ന് ആക്രമിച്ചു കഴിഞ്ഞാലും റഷ്യയുടെ പട്ടാളക്കാരോ റഷ്യയുടെ സർക്കാരിൻ്റെയോ യാതൊരു അനുമതിയുമില്ലാതെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം റഷ്യയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഡെഡ് ഹാൻഡ്. ആ ഡെഡ് ഹാൻഡിൽ നിന്നും ആണവ പോർ മുനകൾ പറന്നുയരും. ആ പോർ മുനകൾ അമേരിക്കയുടെ പല ഭാഗത്തും ചെന്ന് വീഴുമെന്നുള്ളതാണ് ഈ ഡെഡ് ഹാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡെഡ് ഹാൻഡ് മറക്കരുത് എന്നാണ് റഷ്യ ട്രംപിനെ ഓർമ്മിപ്പിച്ചത്. ഇതേ തുടർന്ന് ട്രംപ് ഇതൊരു ആണവ ഭീഷണിയാണെന്ന് കണ്ട് ഇപ്പോൾ 2 ആണവ അന്തർവാഹിനികൾ റഷ്യയിലേക്ക് അയച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ട് വരുന്നു. ഈ പ്രസ്താവനയെ ഗുരുതരമായിട്ടുള്ള ഭീഷണി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. റഷ്യയ്ക്ക് സമീപം ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ ഇപ്പോൾ ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ്. അതേസമയം മെദ്വദേവിനെ പരാജയപ്പെട്ട പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് അദ്ദേഹത്തെ അകറ്റി നിർത്തണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. 2008 മുതൽ 2012 വരെ റഷ്യയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ഒരു പ്രമുഖ റഷ്യൻ രാഷ്ട്രീയക്കാരനാണ് ഈ ദിമിത്രി മെദ്വദേവ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഭരണഘടന പ്രകാരം വ്ളാഡിമിർ പുടിന് പ്രസിഡന്റാകാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ മെദ്വദേവ് റഷ്യയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. ലെനിൻ ഗ്രാൻഡിലാണ്, അതായത് ഇപ്പോഴത്തെ സെന്റ് പീറ്റേഴ്സ്ബർഗ്, അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. തൊഴിൽപരമായി അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. 90കൾ മുതൽ അദ്ദേഹം പുടിൻ്റെ അസോസിയേറ്റ് ആണ്. പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഗ്യാസ്പ്രോമിൻ്റെ ചെയർമാൻ, ഉപപ്രധാനമന്ത്രി, ചീഫ് ഓഫ് സ്റ്റാഫ് തുടങ്ങിയ പ്രധാന സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിരുന്നു. പ്രസിഡന്റ് എന്ന നിലയിൽ പുതിയ സ്റ്റാർട്ട് ആണവ ഉടമ്പടി, പോലീസ് പരിഷ്കരണം തുടങ്ങിയ സമാധാനപരമായിട്ടുള്ള നടപടികളും മെദ്വദേവിൻ്റെ കാലത്ത് സ്വീകരിച്ചിരുന്നു. 2020 വരെ അദ്ദേഹം റഷ്യയുടെ പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ ദേശീയ സുരക്ഷാ കൗൺസിലിൻ്റെ ഡെപ്യൂട്ടി ചെയർമാനായിട്ടാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരിക്കുന്നത്. റഷ്യയുടെ ആധുനിക ചരിത്രത്തിൽ ലിബറലും സാങ്കേതിക വിദഗ്ധനുമായിട്ടുള്ള ഒരു നേതാവായിട്ടാണ് മെദ്വദേവിനെ കണക്കാക്കപ്പെടുന്നത്. പ്രസിഡന്റായിരുന്ന കാലത്ത് റഷ്യയുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയും നവീകരണത്തെയും പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. മെദ്വദേവ് അധികാരത്തിൽ നിന്നപ്പോൾ അദ്ദേഹം ഒരു ലിബറലും പുരോഗമനവാദിയുമായിട്ടുള്ള വ്യക്തിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ 2022 യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ പൂർണ്ണമായും മാറി. ഇപ്പോൾ അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളെ ആണവ ആക്രമണങ്ങളുമായി നിരന്തരം ഭീഷണിപ്പെടുത്തുകയും സോഷ്യൽ മീഡിയയിൽ അമേരിക്കൻ യൂറോപ്പ് നേതാക്കളെ പരിഹസിക്കുകയും ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.